ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അനുമോൾ ശരിക്കും ഒരു കുലസ്ത്രീയാണ് എന്നാണ് കൂട്ടുകാരി ആതിര പറയുന്നത്. ഒപ്പം ഇപ്പൊ അടുത്ത കാലത്ത് കുറെ ആയിട്ട് ആതിരയാണ് ഒപ്പം നടക്കുന്നതൊക്കെ ആയിട്ടാ. അപ്പൊ കൂട്ടുകാരി പറയുന്നത് അനുമോൾ ശരിക്കും ഒരു കുലസ്ത്രീയാണ് ഉം, എന്നൊക്കെ പറഞ്ഞപ്പോ അനുമോൾക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അനുമോൾക്ക് അങ്ങനെ ഒരു പരിവേഷമൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അനുമോൾ കുലസ്ത്രീയായിട്ട് അഭിനയിക്കുകയാണ്. എനിക്ക് അനുമോളോട് ഒരു വിഷമോ അല്ല ദേഷ്യമില്ല ഒന്നുമില്ല കേട്ടോ. ഇനി എല്ലാവരും എൻ്റെ മെക്കെട്ട് കയറാൻ വരണം. ഞാൻ ഒരാളെ കുറിച്ചിട്ടും വേണ്ടാതിനെ പറഞ്ഞു വരത്തില്ല. ഞാൻ ശരിക്കും ഉള്ള സംഭവമാണ് ഇതിൽ പറയുന്നത്. കുലസ്ത്രീ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കുലസ്ത്രീ പോലെ അഭിനയിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അന്നാരാധനായിട്ട് എല്ലാവരും ഇട്ട് വിഴുപ്പിട്ടലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ കാണിച്ചുകൊണ്ട് അങ്ങനെ നടത്തുന്നു ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മുടെ പറയുന്ന ഈ കുലസ്ത്രീ ചമഞ്ഞ് നടത്തുന്ന അനുമോൾ എങ്ങനെയാണ് നിന്നിരുന്നത് എല്ലാവരും കണ്ടിരുന്നേനെ. ഉം ശരിക്കും ഈ ബിഗ് ബോസിലെ അനുമോള് ഈ ബിൻസിയുടെ മുലച്ചാല് കണ്ടു. അത് ശരത്ത് മാത്രം കണ്ടു. ശരത്തിന്റെ ഭാര്യയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രോബ്ലം തന്നെ ഉണ്ടാക്കിയ ആളാണ് അനുമോൾ. അവിടെ നിന്നാണ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അത് ശരിക്കും അങ്ങനെ നല്ലതല്ല, കാണിക്കുന്നത് നല്ലതൊന്നല്ല. പക്ഷെ അനുമോൾ അത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ശരി തന്നെ, അയ്യോ അനുമോൾ നല്ലൊരു കുലസ്ത്രീയാണ്, നല്ലൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ കരുതി. പക്ഷേ ഈ പറയുന്ന അനുമോള് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എങ്ങനെയാണ് നിന്നിരുന്നത്, ഈ ഇതേപോലെ മുലച്ചാല് കാണിക്കുക മാത്രമല്ല രണ്ട് മുലകളും പുറത്തു കാണുന്ന രീതിയിലാണ് അനുമോൾ കുനിഞ്ഞു നിന്നിരുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അനുമോൾക്ക് നന്നായിട്ട് അറിയാം കുനിഞ്ഞു നിന്നാൽ നന്നായി കാണുമെന്ന്. അനുമോൾ തന്നെ പറയാറുണ്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കാറുണ്ട് എന്നൊക്കെ. അനുമോള് ബിഗ് ബോസിലെ അനുമോളുടെ ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. അത് വെച്ചിട്ട് അനുമോള് പറഞ്ഞു കൂട്ടിയ സംഭവങ്ങൾ കേട്ട് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു അനുമോൾ അയ്യോ എത്ര നല്ല കുലസ്ത്രീയാണെന്ന്. പക്ഷേ അനുമോൾ പറഞ്ഞതല്ല പ്രവർത്തിക്കുന്നത്. അത് പലപ്പോഴും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ കൂട്ടുകാരി ആദ്യം അങ്ങനെ പറയുമ്പോൾ അനുമോൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ നമുക്ക് കഴിയില്ല അല്ലെ. അപ്പൊ എൻ്റെ എത്ര നാൾ അച്ഛനമ്മയൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ. അപ്പൊ എൻ്റെ അച്ഛനമ്മയുടെ മരണശേഷം ഞാൻ എങ്ങനെ ജീവിക്കും. അപ്പൊ എനിക്കൊരു പാർട്ണർ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവള് പറയുന്നത് കുലസ്ത്രീയാണ് എന്ന്. എനിക്ക് എൻ്റെ ഒരു തലമുറ ഉണ്ടാവുന്നത് ഇഷ്ടമാണ്. അതെല്ലാവർക്കും ഇഷ്ടമാണ് പുതിയ തലമുറ ഉണ്ടാവുന്നത് അല്ലെ. ഭാര്യയായി ജീവിക്കുന്നത് എൻ്റെ ഡ്രീമാണ്. സമയമാകുമ്പോ ഒക്കെ പറയാം അല്ലെ. 2026 അവസാനം അമ്മയ്ക്ക് കല്യാണമൊക്കെ ഉണ്ടാവുന്ന അനുഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്മയും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാട്ടോ. അതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ. ആക്ച്വലി കുറച്ചുകൂടി കുലസ്ത്രീയാണ് ശരിക്കും. അനുവിന്റെ തോട്ട് പ്രോസസ്സിൽ എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവൾക്ക് കുറച്ചൊരു കുലസ്ത്രീ സാധനമുണ്ട്. അതെ അതെ, കല്യാണം കഴിച്ച് ഭയങ്കര ഹസ്ബൻഡിന്റെ കൂടെ ഒരു വീട്ടമ്മയായി കഴിയണം. അങ്ങനെയല്ല, നമുക്കൊരു ലൈഫേ ഉള്ളൂ, ഒരു ജന്മേ ഉള്ളൂ. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ കൺസെപ്റ്റ് ഇതിന്റെ താഴെ വന്നിട്ട് കുറെ കമന്റ് ഇടുമ്പോൾ എനിക്കതൊന്നും പ്രശ്നമില്ല. എനിക്കെന്നുള്ള കൺസെപ്റ്റ് എന്ന് വെച്ചാല് നമുക്കൊരൊറ്റ ലൈഫേ ഉള്ളൂ. നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്തായാലും പറ്റത്തില്ല. അച്ഛനും അമ്മയ്ക്ക് നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. എന്റെ ആഗ്രഹം എനിക്ക് കൂടെ വേണമെന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു നമുക്കൊരു പാർട്ട്ണർ എപ്പോഴും കൂടെ വേണം. അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പിന്നെ എനിക്ക് തലമുറകൾ വേണം. ഇപ്പൊ ഞാനൊരു വ്യക്തിക്ക് ഇപ്പൊ എന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾക്ക് അനുമോളുടെ അമ്മയാണ്, എന്റെ അമ്മയാണ് അനുമോൾ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ തലമുറകൾ ഇങ്ങനെ വേണം. അത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇവളിങ്ങനെ എപ്പോഴും സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടമാണ് ഒരു അമ്മയായിട്ട് ജീവിക്കാൻ, ഒരു മകളായിട്ട് ജീവിക്കാൻ, ഒരു സഹോദരിയായിട്ട് ജീവിക്കാൻ. ഞാൻ അങ്ങനെ ജീവിക്കുന്നു. അത് സമയം അനുമോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ ആവാൻ സാധിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. പിന്നെ മല്ലികാമയെ കുറിച്ച് അനുമോൾ പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് മല്ലികാമ അനുമോൾ നന്നായി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവർക്ക് അനുമോൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നല്ല നടിക്കുള്ള മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ മല്ലികാമയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മല്ലികാമയെ പുകഴ്ത്തിക്കൊണ്ട് അനുമോൾ പറയുന്നുണ്ട്, മല്ലികാമ എനിക്ക് ശരിക്കും ഒരു അമ്മയെ പോലെയാണ്. അമ്മയായിട്ട് തരുന്നൊരു സപ്പോർട്ട് ഭയങ്കരം തന്നെയാണ് മല്ലികാമ. മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയ സമയത്താണ് അനുമോൾ ഇതൊക്കെ പറയുന്നത്. 2 വർഷം ഒരുമിച്ച് ഞങ്ങൾ ഫ്ലവേഴ്സ് ചാനലിൽ അഭിനയിച്ചപ്പോ ആ ഒരു പ്രൊട്ടക്ഷൻ, എനിക്ക് തന്ന പ്രൊട്ടക്ഷനാണ് എന്നെ സ്റ്റേറ്റ് അവാർഡിലേക്ക് നയിച്ചത് എന്നൊക്കെ പറയുന്നത്. ആ വോയിസ് നമുക്ക് കിട്ടില്ല. മല്ലികാമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ സ്വന്തം അമ്മയെ പോലെയാണ്. 2 വർഷം ഞാൻ അമ്മയുടെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സ് ചാനലിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അവാർഡ്, മികച്ച നടിക്കുള്ള ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ മെയിൻ കാരണം കൂടി അമ്മയും കൂടിയാണ്. കാരണം അമ്മയുടെ കൂടെയുള്ള ഒരു കോംബോ ആണ് ശ്രീ സുഹാസിനി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇരിക്കുന്ന പലരും കണ്ടിട്ടുണ്ട് ആ പ്രോഗ്രാം. അപ്പൊ അമ്മയായിട്ട് ആ തരുന്ന സപ്പോർട്ടും നമുക്ക് തരുന്ന ആ ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് വലുതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അമ്മയുടെ ഈ ഒരു അവസരത്തിൽ അമ്മയ്ക്ക് ഇവിടെ ഇല്ല. അപ്പൊ അമ്മയുടെ ഒരുപാട് നന്ദിയും സ്നേഹവും എപ്പോഴും ഉണ്ടാവും.
ഓക്കെ. അത് എപ്പോഴും ഉണ്ടാവട്ടെ. പിന്നെ കൂട്ടുകാരിയായിട്ടുള്ള ആതിരയ്ക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് എന്ത് തന്നെ യൂട്യൂബിലോ എവിടെ ഇട്ടാലും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് മാത്രമേ വരുന്നെന്ന് പറയുന്നത് വെച്ചാൽ ഫെയിമിന് വേണ്ടി അനുമോളൊപ്പം നടക്കുന്നു ഞാൻ എന്നാണ് ആ ഉം, ഇത് പെണ്ണും പറയുന്നത് ട്ടോ. അപ്പൊ അനുമോള് പറയുന്നത് എന്താണ്, നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് നല്ല സാധനങ്ങളല്ലേ സെലക്ട് ചെയ്യുകയുള്ളൂ, പൊട്ട സാധനങ്ങൾ എറിഞ്ഞു കളയില്ലേ. അതുപോലെ തന്നെയാണ് ഞാൻ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഞാനാണ് ആതിരയെ അങ്ങോട്ട് വിളിക്കുന്നത്. അല്ലാതെ അവൾ എന്റെ ഫെയിമിന് വേണ്ടി എന്റെ അടുത്തേക്ക് വരുന്നതല്ല. അപ്പൊ ഈ അനുമോള് തന്നെ ഫ്രൂട്ട് സെലക്ട് ചെയ്ത ഫ്രൂട്ട്സുകളാണ് നമ്മുടെ ആദില, നൂറ അല്ലെ. എന്നിട്ട് അവരെ എന്തുകൊണ്ട് വലിച്ചെറിഞ്ഞു? അപ്പൊ അത് നല്ല ഫ്രൂട്ട്സ് അല്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ.